PM ശ്രീ പദ്ധതി ചർച്ച ചെയ്യാനുള്ള CPM-ന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. പദ്ധതിയെ ചൊല്ലി മുന്നണിയിൽ ഭിന്നത ശക്തമായ സാഹചര്യത്തിലായിരുന്നു സെക്രട്ടേറിയറ്റ്. ആലപ്പുഴയിൽ CPI എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നതിനിടെയാണ് അടിയന്തര സെക്രട്ടേറിയറ്റ് ചേർന്നത്. പ്രശ്നപരിഹാരത്തിനാണ് യോഗം എന്ന് CPM ജനറൽ സെക്രട്ടറി MI ബേബി പറഞ്ഞിരുന്നു. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, ഈ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ നേതാക്കൾ പുറത്തിറങ്ങിയോ? അജിംസ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആലപ്പുഴയ്ക്ക് തിരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മന്ത്രി സജി ചെറിയാനും ഇന്ന് ആലപ്പുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും സെക്രട്ടേറിയറ്റ് 1.5 മണിക്കൂർ നേരത്തോളം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. CPI എങ്ങനെ അന്വയിപ്പിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. MV ഗോവിന്ദൻ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. അതിലായിരിക്കും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുത്ത തീരുമാനം എന്തൊക്കെയാണ് എന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കുക. എന്തായാലും നിലവിൽ CPI നേതാക്കളുമായി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ ഫോണിലൂടെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഒക്കെ ലഭിക്കുന്നുണ്ട്. നിലവിൽ MV ഗോവിന്ദനെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. മുഖ്യമന്ത്രിയും ഒപ്പം ആലപ്പുഴയിൽ CPI നേതാക്കളുമായി ആശയവിനിമയം നടത്തും, ചർച്ച നടത്തും. ഈ വിഷയത്തിൽ CPM നിലവിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നയവ്യതിയാനം ഇല്ലെന്ന കാര്യം ഉൾപ്പെടെ അത് CPI നേതാക്കളെ അറിയിക്കാനാണ് നിലവിൽ സാധ്യതയുള്ളത്. എന്തായാലും നിലവിൽ MV ഗോവിന്ദനെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റു വിവരങ്ങൾ ലഭ്യമല്ല. എന്തായാലും CPI അനുനയിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഒരു കാരണവശാലും CPIക്ക് കടുത്ത നിലപാടിലേക്ക് പോകേണ്ട സാഹചര്യം ഒരുക്കരുത് എന്നുള്ളതാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിലവിൽ വന്നിട്ടുള്ള അഭിപ്രായം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ MV ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കും. അജിംസ, അതായത് CPIയെ കാര്യങ്ങൾ അറിയിക്കുക, അനുനയിപ്പിക്കുക എന്ന ചുമതല മുഖ്യമന്ത്രി ഏൽപ്പിച്ചു സെക്രട്ടേറിയറ്റ്, അങ്ങനെയാണോ? മുഖ്യമന്ത്രി എന്തായാലും ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ CPI നേതാക്കളുമായി ചർച്ച നടത്തും. ഇക്കാര്യത്തിൽ CPM ഇങ്ങനെയൊരു നിലപാടിലേക്ക് പോയതിന്റെ കാരണം എന്താണ് എന്ന് ഈ ചർച്ചയിലായിരിക്കും വിശദീകരിക്കുക. അതിന് പുറമെയാണ് നിലവിൽ ഇപ്പോൾ MV ഗോവിന്ദനെ കൂടി ഈ വിഷയത്തിൽ ഉള്ള ആശയവിനിമയം നടത്താനായി സെക്രട്ടേറിയറ്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തത എന്തായാലും ഇതിൽ വന്നിട്ടില്ല എന്നുള്ളത് ആണ്. പക്ഷേ അല്പസമയത്തിനകം തന്നെ MV ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഇക്കാര്യം വ്യക്തമാക്കും. എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് CPI അന്വയിപ്പിക്കാൻ പോകുന്നത്, എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ആലോചിച്ചിട്ടുള്ളത് എന്ന കാര്യം ഉൾപ്പെടെ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നാണ് നേതാക്കൾ പുറത്തിറങ്ങുമ്പോൾ നൽകുന്ന സൂചന. എന്തായാലും ഈ കാര്യങ്ങൾ CPI നേതാക്കളുമായി നിലവിൽ ആശയവിനിമയം നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോഴും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും വഴങ്ങാൻ CPI തയ്യാറായിരുന്നില്ല, ഒരു തരത്തിലുള്ള അനുനയത്തിനും തയ്യാറായിരുന്നില്ല. പിന്നീടാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി തന്നെ നേരിട്ട് MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വവുമായും ഒപ്പം തന്നെ മന്ത്രി GR അനിലുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ അന്ന് വിശദീകരിച്ച കാര്യങ്ങളിലും വഴങ്ങാൻ CPI തയ്യാറായിരുന്നില്ല. പിന്നീടാണ് വലിയ തരത്തിലുള്ള LDF-ലെ പ്രതിസന്ധിയായി PM ശ്രീ വിഷയം മാറിയതും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നിൽക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് CPI എത്തുകയും ചെയ്തത്. ആ കടുത്ത നിലപാട് CPI വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ഇന്നലെ രാത്രി കേരളത്തിലേക്ക് എത്തുകയും ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുള്ള തീരുമാനത്തിലേക്ക് CPM എത്തുകയും ഒക്കെ ചെയ്തത്. ആ സെക്രട്ടേറിയറ്റ് യോഗമാണ് അല്പസമയത്തിന് മുമ്പ് അവസാനിച്ചിട്ടുള്ളത്. ഇതിൽ ആണ് നിലവിൽ CPI അനുനയിപ്പിക്കാനുള്ള ഫോർമുലകൾ ചർച്ച ചെയ്തിട്ടുള്ളത്. പക്ഷേ PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടുള്ള പിന്മാറാനുള്ള ഒരു തീരുമാനം അത് ഏത് ഘട്ടത്തിൽ എടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ പോകാനുള്ള സാധ്യതയില്ല. കാരണം MOU നിലവിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറുക അപ്രായോഗികമാണ് എന്ന കാര്യം CPI അറിയിക്കും. ഒപ്പം തന്നെ നയപരമായ കാര്യങ്ങൾ, നയവ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല, CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുള്ള ഒരു വിശദീകരണമായിരിക്കും ഒരുപക്ഷെ CPIക്ക് നൽകാൻ പോകുന്നത്. അല്ലാതെ നിലവിൽ ഈ CPI സമ്മർദ്ദത്തിന് വഴങ്ങി PM ശ്രീ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കാനോ നിലവിൽ ഒപ്പിട്ടിട്ടുള്ള കരാറിൽ നിന്ന് പിന്മാറാനോ തയ്യാറാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് സാങ്കേതികമായ പലതരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങളുമുണ്ട്. കാരണം അതിൽ ഡൽഹി ബേസ് ചെയ്ത് ഏതെങ്കിലും കോടതി ഉൾപ്പെടെ സമീപിക്കുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ തുടരാൻ കഴിയില്ല എന്ന കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും അങ്ങനെ കേന്ദ്ര സർക്കാരും ആയി നേരിട്ട് ആശയവിനിമയം നടത്തി രണ്ടു പേർക്കും ഉതകുന്ന നിലയിൽ കരാറിൽ നിന്ന് പിന്മാറാൻ മാത്രമാണ് വ്യവസ്ഥയുള്ളത്. അല്ലെങ്കിൽ അത് കോടതിയിൽ സമീപിക്കണമെന്നാണ് കരാറിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കോടതിയിലേക്ക് സമീപിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ പോകേണ്ടി വരും ഈ കരാറിൽ നിന്ന് പിന്മാറാൻ. എന്തായാലും അങ്ങനെ കരാറിൽ നിന്ന് പിന്മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്താനുള്ള സാധ്യത കുറവാണ്. ഏകദേശം 1500 കോടിയോളം രൂപയാണ് SSK ഫണ്ടായി ലഭിക്കേണ്ടത്. അതിനുള്ള പ്രപ്പോസൽ ഉൾപ്പെടെ ഈ MOU ഒപ്പിട്ടതിന് ശേഷം വിദ്യാഭ്യാസ
വകുപ്പ് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കരാറിൽ നിന്നുള്ളൊരു പിന്മാറ്റം അത് അപ്രായോഗികമാണെന്ന കാര്യം അറിയിക്കുകയും മറ്റ് കാര്യങ്ങളിൽ CPI-യുമായി കൂടിയാലോചന നടത്താതെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ള CPI-യുടെ പരാതി അത് പരിഹരിക്കാൻ ഇനി തുടർന്ന് എല്ലാ തരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചയുമായി തന്നെ ഓരോ നിലപാടുകളും സ്വീകരിക്കും. സർക്കാരിന്റെ നടപടികൾ അങ്ങനെ മാത്രമേ സ്വീകരിക്കൂ എന്നുള്ള നിലപാടിലേക്ക് CPM എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.